സീറോ മലബാർ സഭയിൽ സിനഡ് തീരുമാനിച്ച അൾത്താര അഭിമുഖ കുർബാന വേണമെന്ന ആവശ്യം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലുള്ള രൂപതകളിലും ഉയർത്തുന്നു. സമരങ്ങൾ അന്യ സംസ്ഥാനത്തേക്ക് നീളുന്നു. കഴിഞ്ഞ ദിവസം ഫരീദാബാദ് രൂപതയിലെ സീറോ മലബാർ അൽമായ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരോൾ ബാഗിലുള്ള രൂപതാ കാര്യാലയത്തിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തി. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ രൂപതയിലെ വിശ്വാസികളുടെ ആവശ്യമാണ് ഏകീകൃത കുർബാനയുടെ പൂർണ്ണ രീതിയിലുള്ള അർപ്പണം. ഇതാവശ്യപ്പെട്ട് രൂപതയിലെ വിശ്വാസികൾ രൂപതാ നേതൃത്വവുമായി പലവട്ടം ചർച്ചകൾ നടത്തി. കഴിഞ്ഞ ഒക്ടോബർ മാസം 14-ാം തീയതി അൽമായ കൂട്ടായ്മയുടെ പ്രസിഡന്റിന് അയച്ച സർക്കുലറിൽ ഇത് അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നടന്നില്ല, ഇതുവരെ നടന്നില്ല. തുടർന്ന് പല പ്രാവശ്യം എഴുത്തുകുത്തുകൾ നടന്നെങ്കിലും ഒരു നടപടികളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിശ്വാസികൾ പ്രതിഷേധത്തിന്റെ ആദ്യപടി എന്ന നിലയ്ക്ക് രൂപതയിലെ അധ്യക്ഷനും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയത്. സഭയോടും സഭാ തലവനോടും ഒപ്പം നിൽക്കുന്ന രൂപതയിലെ വിശ്വാസികൾ ലോകമെമ്പാടുമുള്ള മറ്റ് 33 രൂപതകളിലെ പോലെ ഇവിടെയും വിശുദ്ധ കുർബാന അർപ്പണം ആവശ്യപ്പെടുമ്പോൾ മുടന്ന ന്യായങ്ങളും അനാവശ്യ പ്രതികരണങ്ങളുമായി രൂപതാധ്യക്ഷനും കൂരിയെയും കുറെ വൈദികരും എങ്ങനെ വിശുദ്ധ കുർബാന വികൃതമാക്കാമെന്നാണ് ചിന്തിക്കുന്നത്. അതിനവർ പറയുന്നത് വളരെ വിചിത്രവും ബാലിശവുമായ ന്യായമാണ്. മാത്രമല്ല ഇതൊരു പ്രവാസി രൂപത എന്നും പറയുന്നു. യൂറോപ്പ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ഗൾഫ് നാടുകൾ എന്നീ പ്രവാസി രാജ്യങ്ങളിലൊന്നുമില്ലാത്ത എന്ത് പ്രതികൂല സാഹചര്യമാണ് ഫരീദ രൂപതയിലുള്ളത് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. അവർക്കത് ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല. ബലിവസ്തുക്കൾ മൂടുവാനുള്ള ശോശപ്പയുടെ ഉപയോഗം, സ്വർഗം തുറക്കപ്പെടുമ്പോൾ അൾത്താരയിലേക്ക് നോക്കിയുള്ള കുമ്പിടിൽ, ഏകന പ്രാർത്ഥനകൾ ചൊല്ലുന്നതൊക്കെ രൂപതാധ്യക്ഷനും ഇവിടെയുള്ള കുറെ വൈദികർക്കും തീർത്തും നിഷിദ്ധമായ ആചാരങ്ങൾ എന്ന നിലയിലാണ് അവർ പോകുന്നത്. ഈ രൂപതയിലെ ലക്ഷ്മി നഗറിലുള്ള ദേവാലയത്തിൽ ഇപ്പോഴും ജനാഭിമുഖ കുർബാനയാണ് നടത്തുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം സഭയുടെ മേലധ്യക്ഷന്മാരെ അറിയിച്ചിട്ടും ഫരീദാബാദ് രൂപതാ മെത്രാപ്പോലീത്തയുടെ പിടിവാശിക്ക് യാതൊരു മാറ്റവുമില്ല. ഒരു സൂചനയായി നടത്തിയ പ്രാർത്ഥനാ യജ്ഞം വിശ്വാസികളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തി കിട്ടുന്നതുവരെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നും ഇനി പ്രതിഷേധത്തിന്റെ മറ്റു രീതികൾ ആലോചിക്കുമെന്നും അൽമായ കൂട്ടായ്മ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി.